സുഹൃത്തുക്കളെ, ഒരു ലക്ഷദ്വീപ് അഭിപ്രായ സദസ്സിലേക്ക് എല്ലാവർക്കും സർവേയാണ്. ലക്ഷദ്വീപ് അഭിപ്രായ സർവേയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ പോയാലും വന്നാലും ഒക്കെ എങ്ങനെയുണ്ട്, ലക്ഷദ്വീപിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, ലക്ഷണങ്ങളൊത്തൊരു ദ്വീപാണോ ലക്ഷദ്വീപ്, ലക്ഷ്യങ്ങളില്ലാതെ പോയവർക്ക് ലക്ഷ്യങ്ങൾ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ദ്വീപാണോ ലക്ഷദ്വീപ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സർവേയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വീഡിയോയിലേക്ക് പിന്നെ കൂറ്റമ്പാറയുടെ വാനമ്പാടി എന്ന് പറയുന്ന അണ്ടു അൽഫിത്ര പബ്ലിക് സ്കൂൾ പഠിക്കുന്ന അൽമനാർ പബ്ലിക് സ്കൂൾ പഠിക്കുന്ന എൻ്റെ സ്കൂളിന്റെ പേര് അൽമനാർ പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന അൻപാണ് നമ്മൾ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപ് പോയപ്പോൾ എങ്ങനെയുണ്ടായി, നിങ്ങളെ വിസിറ്റ് ചെയ്തതൊക്കെ? സൂപ്പർ ആയിരുന്നു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പോയത്? കപ്പലാണോ ഫ്ലൈറ്റ് ആണോ എടുത്തിരുന്നത്? ഫൈൽറ്റ്. അപ്പോൾ ഫൈൽറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു യാത്രാമാർഗം. അവിടെ പോയപ്പോൾ നിങ്ങൾ ഈ കടലിലാണ് പരിപാടിക്കാണ് പോയത്. അപ്പോൾ നിങ്ങൾ സിംഗർ ആയതുകൊണ്ട് തന്നെ ഒരു പരിപാടി ലക്ഷ്യം വെച്ചിട്ടാണ് പോയത് സ്കൂളില്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളവിടെ കടലിലാണോ പുഴമീനാണോ കടലിൽ കൂടുതലുണ്ടായിരുന്നത്, കടൽ മീനാണോ പുഴയിൽ കൂടുതലുണ്ടായിരുന്നത്? പുഴയിലായിരുന്നു. അപ്പൊ ലക്ഷദ്വീപിലെ പുഴകളിൽ ഇപ്പൊ ഫുൾ കടൽ മീനാണെന്നാണ് അണ്ട് പറയുന്നത് അല്ലേ? ലക്ഷദ്വീപിന്റെ പുഴകളിൽ ഫുള്ള് കടൽ മീൻ നിറഞ്ഞു നിൽക്കണോണ്ട് ഭയങ്കര. അപ്പൊ നിങ്ങൾ തിന്ന മീനൊക്കെ ചാള, മത്തി, അയില, പെരൽ എങ്ങനത്തെ മീനുകളാണ് നിങ്ങൾ കഴിച്ചിരുന്നത്? മീൻ തിന്ന് പറഞ്ഞിട്ട് ഞമ്മള് പൊട്ടന്മാരാ ഇതിൽ എന്റെ വ്ളോഗില് കഴിച്ച മീനിന്റെ പേര് പറഞ്ഞോടുക്ക്. ഇജ്ജ് തിന്ന മീനുകളെ ലിസ്റ്റ് ഒന്നും എടുത്താ? ഇത്രയും കാലമായിട്ടിന്റെ ഇടയിൽ തിന്ന കടുവ മീനാ? മീന് കുട്ടിയ മീന് കാണിച്ചെടുത്തപ്പോ കറക്റ്റ് പറഞ്ഞു. ആനൊന്നും മീനല്ല, മീനിന്റെ വിഭാഗത്തിൽപ്പെട്ട തവളാച്ചി മീനാണ്. തവളാച്ചി മീനാണ്. കാരണം കരയിലും ജീവിക്കും കടലിലും ജീവിക്കുന്ന ഒരു മീനാണ് തവളാച്ചി അല്ലേ? ആമർച്ചി നിങ്ങൾ ആമർച്ചി തിന്നലില്ല. കക്കർച്ചി തിന്നണോ? കാക്കച്ചി മൂത്രയിച്ചു. കാക്കച്ചി മൂത്രയിച്ചു. ഇജ്ജ് തിന്ന മീനുകളെ പേര് പറയും. തിന്ന മീനുകളോട് തിന്ന സാധനങ്ങളാണോ പറയണത്? കോൽമുട്ടായി തിന്നിട്ടില്ലേനോ? സത്യം പറയുള്ളൂ. അപ്പൊ നമുക്ക് ലക്ഷദ്വീപിലെ ആദ്യത്തെ നിവാസി, ലക്ഷദ്വീപ് ആദ്യമായി കാണുന്ന ആൾക്കാരെ നമുക്ക് അഭിപ്രായം എടുക്കാം. അപ്പം അഫി പറയൂ. അടിപൊളി, ഒരു രക്ഷയില്ല. എന്തൊക്കെയാണ് താങ്കൾ ലക്ഷദ്വീപിൽ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോ തന്നെ ഒരു നല്ല വൈബേനി. കാരണം വണ്ടി ഓടിക്കുമ്പോ എല്ലാവരും ഒരു കണക്ഷൻ ഇല്ല മാതിരി മൊത്തത്തില്. എങ്ങനെ ഓടിച്ചാലും കണ്ടുമുട്ട പരസ്പരം അല്ല, അങ്ങനെയല്ല, അതാണ് കണക്ഷൻ. അതുണ്ട്. എവിടെ പോയാലും ആൾക്കാര് നമുക്ക് ഇപ്പൊ ഞങ്ങൾ ട്രിപ്പ് അടിച്ചു പോയിനി. അപ്പൊ ഒരാൾ വണ്ടി നിർത്തിയാണ്ടേ ഞാൻ കയറാം, ഇജ്ജ് കയറിക്കോ, എന്നാ കേറാ, എന്നാ പോവാ, അങ്ങനെ ആ ഒരു മുടി. എല്ലാവരും ബന്ധങ്ങളാണ്. പിന്നെ എല്ലാവർക്കും തമ്മിലൊരു ഇതില്ല മാതിരി, എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഇല്ല മാതിരി. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പൊ ബുദ്ധി കൂടെ ഒക്കെ വണ്ടി ഓട്ടി പോകുമ്പോ ആകെ ചൂടാവരും അതും ഇതൊക്കെയല്ലേ. അവിടെ പ്രശ്നമില്ല. അവിടെ താന്ന് കൊടുക്കണതിന് ഒരു പ്രശ്നമല്ല. സൈഡിൽ കൂടെ ഇപ്പൊ വണ്ടി എടുത്ത് പോകണമെങ്കിൽ മണ്ണ് കൂടെ ഇറക്കും ആൾക്കാർ വണ്ടി. കാരണം ഇതിന് പ്രശ്നമല്ല, അടിച്ചിറക്കി പോകും. അത്രയും സന്മനസ്സുള്ള ആൾക്കാരുടെ ഒരു ദ്വീപാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലം. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിലല്ലോ അവിടെ നിൽക്കും, എഡിജിന്റെ അവിടെ രണ്ടാളും നിൽക്കും. ആദ്യം ഇറക്കട്ടെ അതിൽ മറ്റേ മറവന്റെ വെല്ലുണ്ടിയാണ് ഓൻ ഇറക്കട്ടെ. ഇവൻ പറയും ഇഞ്ചെ ചെറിയണ്ടിയല്ല എന്നെ വിട്ടുകൂടെ നിൽക്കും. അപ്പൊ നമ്മളെ നാടിന്റെ പോലെ ഒത്തൊരുമല്ലാത്ത നാടൊന്നല്ല, നല്ല ഒത്തൊരുമല്ല നാടാണ് ലക്ഷദ്വീപ്. പിന്നെ ലക്ഷദ്വീപിലെ വണ്ടികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ടിപ്പർ പോലെയുള്ള വണ്ടികളാണ് ലക്ഷദ്വീപിൽ കൂടുതൽ. സലാമാക്കാന്റെ ഓട്ടോറിക്ഷ ഉണ്ടോ? സലാമാക്ക ഓട്ടോറിക്ഷ അവധിക്കാലങ്ങളൊക്കെ സലാമാക്ക എന്താ വെച്ചാല് ലക്ഷദ്വീപ് പോവും. കപ്പലിൽ ഇത് വെച്ചിട്ട് പോവാണ്. അപ്പൊ ലക്ഷദ്വീപിൽ കാരണം ഇവിടെ ട്രിപ്പില്ല. എന്റെ സ്കൂൾ പൂട്ടിയേക്കല്ലേ? പൂട്ടി. അപ്പൊ സ്കൂൾ പൂട്ടുന്നത് കൊണ്ട് സലാമാക്ക എന്തെങ്കിലും അപ്പൊ ഇനി പുതിയ സ്കൂളിൽ പോവാണ്. പോവാണ്. അപ്പൊ സലാമാക്ക എന്താ വെച്ചാൽ ആകെയുള്ളത് ഇവിടെ ട്രിപ്പാണ്. അപ്പൊ ഈ അവധിക്കാലത്ത് സലാമാക്ക ട്രിപ്പ്
കൊണ്ടുവന്നേന്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിക്കാൻ വന്നു. അപ്പൊ തന്നെ ഞാൻ ഇപ്പച്ചി ഉണ്ടോ നോക്കിട്ടോ. അപ്പൊ ഇപ്പച്ചി ഉണ്ടായി. അപ്പം ഇപ്പച്ചി ഇല്ല. കളക്ഷൻ കിട്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയണേ. അണ്ടോ ഇങ്ങനെ പറഞ്ഞത് കേൾക്കണവർക്ക് ഭ്രാന്താവില്ലണ്ടോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഒന്നൊന്നര കളക്ഷൻ കിട്ടും. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ? ഞാൻ പറയണ ഇന്നെ മണ്ടത്തിന്ന് വിളിക്കുന്നത് മണ്ടെന്ന് വിളിച്ചോ. ആ ആണുങ്ങളെ മണ്ടെന്നാ വിളിക്കാം. നേർക്ക് നേരം മുട്ടുമ്പോ മണ്ടെന്ന് വിളിച്ചോണ്ടി. എന്താ വിളിക്കണ്ടേ? മണ്ടത്തി പെണ്ണുങ്ങളതാണ് പൊട്ടത്തിയെ. മണ്ടത്തി മണ്ടൻ അത് സ്ത്രീലിംഗമാണ് മണ്ടത്തി. മണ്ടൻ മണ്ടൻ പറഞ്ഞ എന്നാ മുട്ടായി വരും. മണ്ടൻ എന്ന് പറഞ്ഞാൽ മുട്ടായി വരും. മണ്ടൻ നാട് മുട്ടായിരുന്ന ആദ്യത്തെ അവസാനത്തെ വ്യക്തിയിലേക്ക് മണ്ടൻ എന്ന് പറഞ്ഞാൽ മുട്ടായി വരും. ആ അപ്പൊ എനിക്ക് വേയിക്കും. അപ്പൊ നിനക്കറിയാം നിന്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ എന്റെ അടുത്ത് തന്നെ നീ വരണമെന്ന് നിനക്കറിയാം. താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും ഞാൻ ആരാണെന്ന്. ഈ മൈക്കിന്റെ എല്ലാം പൊട്ടിക്കുന്നു. ഇതും കൂടി ഇനി പൊട്ടാത്തേ ഉള്ളൂ. നമ്മള് പുതിയ ഡിജിന്റെ മൈക്കൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഡിജിന്റെ മൈക്കിന്റെ USB രണ്ടും പൊട്ടി. ഇന്റതും പൊട്ടി. ഇവന്റെ മൈക്കും കൊണ്ട് ഈച്ചു ലക്ഷദ്വീപ് അതും പൊട്ടി. അപ്പൊ ലക്ഷദ്വീപിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മള് ചെല്ലുമ്പോൾ തന്നെ നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ തന്നെ കടലിൽ ഇങ്ങനെ നിൽക്കണ കൊറേ ആൾക്കാര്. അപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ ആൾക്കാരൊക്കെ കടലിൽ ഇറങ്ങി നിൽക്കണേ. അപ്പം നമ്മളെ വരവേൽക്കാൻ വേണ്ടിട്ട് അപ്പൊ ഫ്ലൈറ്റിന് നമുക്ക് ഇത് ആരാ നിക്കണെന്ന് ശരിക്കും മനസ്സിലായിട്ട് മേലെന്ന് മനസ്സിലാവില്ല. കാരണം നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് കാണാം. പക്ഷെ അടീക്കണെത്തിയപ്പോഴാണ് എന്ത് മനസ്സിലായത്? ഡോൾഫിൻ. ഡോൾഫിനുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ അതെ അവിടുത്തെ ഡോൾഫിനുകൾക്ക് വരെ സ്നേഹമാണ്. അത് നമ്മള് അവിടുത്തെ ഡോൾഫിനുകൾക്കൊക്കെ നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാല് ഒരു ഇഷ്ടമാണ്, സന്തോഷമാണ്. ആ കാരണം നമ്മളിങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ എന്തിനാണ് കടലിന്റെ നടുവിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കണം. ഡോൾഫിനുകൾ ഫുള്ള് കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം. പിന്നെ വേറെന്താണ് താങ്കൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്? ഡോൾഫിൻ അറിയോ? പിന്നെ പറഞ്ഞാൽ സ്നേഹം. അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എനിക്കൊന്നും പറയില്ല. കാരണം ഏറ്റവും ചെറിയ നമ്മളിങ്ങോട്ട് പോകുന്നപ്പോൾ നമ്മളെ പെട്ടിയിലൊന്നും സ്ഥലമില്ല. ഇനി ഫുള്ള് അച്ചാറുകളും മറ്റേ ദീപ് മുട്ടായികളൊക്കെ നിറച്ചു വന്നിട്ടാണ് എല്ലാവരും നസീബിക്കും ബസേരിയും മുജീബിക്കും എല്ലാവരും നമ്മളെ പറഞ്ഞു. മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഏകദേശം എത്ര വലിപ്പം ഉണ്ടാവും? മീൻ പറഞ്ഞാൽ കുറേ ഉണ്ട്. എനിക്ക് ഈ വലുപ്പം തൊട്ട് ഇവിടുന്ന് തൊട്ട് അവിടെ കണ്ടോ ആ പേരാ കുറച്ച് കുറേ നമ്മളൊരു ബന്ധം വെച്ചിട്ട് ഈ വേലിക്കമ്പി വരെ ഒരു പൊട്ടി കൂടി പറയാം. ഈ ബാത്റൂം വരെ അതും കുറച്ച് കൂടുതലാണ്. ഒരു ഇതിൽ പറയാം നമ്മൾ തമ്മിൽ ചെടിച്ചട്ടി വരെങ്കിലും സമ്മതിച്ചോണ്ട് അത്ര പറ്റില്ല. ഒരു പൊട്ടി കൂടി പറയണം. അത്ര ഓക്കെ. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന മീനുകള് ഒരു ഇത്ര വലുപ്പം വരെ, അതായത് അണ്ടുവിന്റെ ഒരു വലുപ്പാട്ടോ ഒരു മീനൊക്കെ സംഭവിച്ചിരിക്കുന്നു. കേട്ടോ ഒന്ന് ചേരിച്ചു പിടിച്ചാ പോളെ. ഒന്ന് ചേരിച്ചു പിടിച്ചാ നോക്കട്ടെ. ആ ഏകദേശം ഈ ഒരു വലുപ്പമുള്ള മീനുകളൊക്കെ അന്നൊക്കെ ഉണ്ടല്ലോ. ജി ലക്ഷദ്വീപിൽ ഒരിക്കലും പോയത് കേട്ടോ. പോയത് അനൊക്കെ ഒറ്റയടിക്ക് മുണുങ്ങും മീൻ. അപ്പം പിന്നെ പറഞ്ഞാൽ ആൾക്കാരെ സ്നേഹം, പിന്നെ പറഞ്ഞാൽ നമ്മള് അവിടെ പോലീസുകാരാണെങ്കിലും അടക്കം ഭയങ്കര സ്നേഹത്തിലാവും. ആർക്കും അവിടെ ദേഷ്യം ധാർഷ്ട്യം ഒന്നുള്ള ആൾക്കാരില്ല. ഭയങ്കര കൈൻഡാണ് എല്ലാവരും. അപ്പൊ നമ്മള് എനിക്ക് പറയാനുള്ള വെച്ചാൽ പിന്നെ ഈച്ചുന് എന്താ പറയാനുള്ള ഇതാ ഈച്ചു റിവ്യൂ പറയുക. ഞാൻ എന്താ പറയാ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറയാ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ്. ഒരു 3 ദിവസം നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ശരിക്കും അധികം കുറേ ദിവസം നിന്നാൽ നമുക്ക് ചിലപ്പോൾ വെയിലും കൊണ്ടൊക്കെ ചിലപ്പോൾ മടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു 5 ദിവസം ഒരാഴ്ചയൊക്കെ ഒരു ഓക്കെയാണ്. നമ്മൾ കറക്റ്റ് നമ്മളിപ്പോൾ 3 ദിവസം 4 ദിവസത്തിനാണ് പോയത്. പക്ഷേ നമുക്കൊരു സുഖം കിട്ടിയില്ല പോകുന്നപ്പോൾ. കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കണം എന്ന് തോന്നിപ്പോയി. അങ്ങനെ പിന്നെ അവിടുത്തെ ആൾക്കാർ അട്ടങ്ങി നിൽക്കണ്ടോ. പിന്നെ അവിടുത്തെ ആൾക്കാരെ സ്നേഹം അൺപറയബിളാണ്. സ്നേഹം പറയാൻ പറ്റില്ല, അത്രയും സ്നേഹം അൺലിമിറ്റഡ് ആണ്. നമ്മളവിടെ ചെന്ന ടൈം പറഞ്ഞാൽ എലക്ഷന്റെ ടൈം കൂടിയാണ്. അത്രയും തിരക്ക് പിടിച്ച ടൈമിൽ വരെ ആൾക്കാരെ നമ്മളെ നല്ല രീതിയിൽ നോക്കി ട്രീറ്റ് ചെയ്തു. പിന്നെ പോലീസുകാരാണെങ്കിലും ഫസ്റ്റ് തന്നെ ഞങ്ങള് അടങ്ങി നിൽക്കണ്ടോ അടങ്ങി എന്നാ മുട്ടായിട്ടു.
പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ട്രിപ്പിൾ അടിച്ച് പോകാൻ പാടില്ല. ഹെൽമെറ്റ് വെക്കാൻ കുഴപ്പമില്ല, ഹെൽമെറ്റിന്റെ ആവശ്യം വരില്ല. കാരണം ആകെ 20 സ്പീഡിൽ അവിടെ പോവുള്ളൂ. പിന്നെ വീണാലും മണൽക്കേ പൂയി മണലാണ്, പോവില്ല. പക്ഷെ ട്രിപ്പിൾ പാടില്ലേനും. ഞങ്ങൾ ഞാനും ഓഫീസ് ചെന്നപ്പോ തന്നെ ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് പോലീസുകാർ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും എല്ലായിടത്തും. മറ്റെല്ലാവരും സ്റ്റേഷനിൽ കാറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സീനില്ല. ഞങ്ങൾ ചെന്നത് തന്നെ പോലീസുകാരെ മുന്നിൽ കയ്യാട്ടി ഞങ്ങൾ നിർത്താതെ പോകുന്നു. നമ്മളെ സ്വഭാവം നമ്മളെ സ്വഭാവം ഒരു ഒപ്പ് മുദ്ര പകർത്തണല്ലോ. പിന്നെ അവിടെ നിർത്താതെ പോയ ആകെ 1 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ പിടിച്ചു ഒരു പണിയില്ല. പോലീസുകാർക്ക് അറിയാം നമ്മള് ദീപ് വിട്ട് പോകൂല, പിടിച്ചാന്ന്. അവൻ എന്നാലേ നാളെ പിടിച്ചാന്ന് പോലീസുകാർക്ക് അറിയാം. പിടിച്ചു രാത്രി പിടിച്ചു. രാത്രി നേരെ ചെല്ലണേ പോലീസുകാരെ മുന്നിക്കാൻ നിർത്തും. സൽമാൻ ഞങ്ങളൊക്കെ ഇറങ്ങി. ഞങ്ങൾ വണ്ടി മേങ്ങനെ ഇരിക്കുക കേട്ടോ. പോലീസുകാരൊക്കെ നിൽക്കുക. അതിൽ പോലീസുകാർ ഇറങ്ങി. അല്ല ഞങ്ങളൊക്കെ നിക്കഞ്ചി വണ്ടി മേങ്ങനെ ഇരിക്കുക. ഇതിപ്പോ ഞങ്ങളാണ് വെച്ചാൽ പോലീസുകാർ ഞാൻ പറഞ്ഞത് എന്തോ പൈത്തിന് വണ്ടിന്റെ മുന്നിൽ ഒരു കുപ്പി ഉണ്ടായി. അവിടെ പെട്രോളിന്റെ സീനിലാണ്. എല്ലാവരും വണ്ടിയിൽ കുപ്പി ഉണ്ടാവും. എല്ലാവരും വണ്ടിയിൽ കുപ്പി ഉണ്ടാവും. സാറേ പെട്രോൾ കഴിഞ്ഞിട്ട് കുടുങ്ങിയിട്ടതാണ്. ഇപ്പോൾ വേറെ ആള് സൈക്കോ പെട്രോളും കൊണ്ട് വരും. സൈക്കോ പെട്രോൾ കൊണ്ട് നടന്നു വരുന്നുണ്ട്. സൈക്കോ വണ്ടിമേ വരുന്നത്. പെട്രോളില്ലാത്ത വണ്ടി കൂട്ടിക്കൊണ്ട് വരും. അതിനൊരു പറഞ്ഞു സാർ ഇങ്ങനെ കുടുങ്ങിയോണ്ട്. അതിൽ പിന്നെ പോലീസുകാർക്ക് സ്നേഹം കേട്ടോ. ഓല് പറഞ്ഞു എന്നാ ആദ്യം ഒരാളാക്കിയിട്ട് വന്നിട്ട് അടുത്ത ആക്കിയാൽ മതിയാണ്. അങ്ങനെ പോലെ ട്രിപ്പിൾ വേണ്ട അതും വിട്ടു. മെയ്ക്ക് വേറെന്താ എക്സ്പീരിയൻസ്? വേറെ എക്സ്പീരിയൻസ് പറഞ്ഞാല് പിന്നെ മെയിനായിട്ട് ഓരോ ആൾക്കാർ സ്നേഹം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് കേട്ടോ. അവിടെ പെട്രോള് മറ്റേ ഒരാളെ ബൈക്കിന് ഒരു മാസം മണ്ണെണ്ണ ഇട്ടുന്നരി റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഇട്ടുന്നരിയാണ്. ഒരു മാസം 10 ലിറ്റർ. അതാണ് അതിന്റെ കണക്ക്. അത് ഒരു വണ്ടിക്ക് അത്രേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ടൈമിൽ ഇലക്ഷന്റെ ടൈമിൽ പെട്രോൾ കിട്ടല് ഇതുണ്ടാവില്ല. സൊസൈറ്റി തുറക്കൂല, അപ്പൊ പെട്രോൾ ഉണ്ടാവില്ല. പിന്നെ ഈ പാർട്ടി ഓഫീസിലുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കും, പെട്രോൾ കൊടുക്കും. അതിൽ ഞങ്ങൾ പെട്രോൾ കഴിഞ്ഞ് കുടുങ്ങിയപ്പോൾ നസീബ് ഖാനോട് പറഞ്ഞു, നസീബ് പെട്രോൾ ഇങ്ങനെ കുടുങ്ങി, ഞങ്ങൾ പൈസ ഞങ്ങൾ തന്നാൽ മതി എവിടുന്നേലും. അപ്പോൾ മൂപ്പരെ പേരിൽ പറയുമ്പോൾ വണ്ടിയൊക്കെ ഉണ്ട്. മൂപ്പര് എന്താ 2 കുപ്പി പെട്രോൾ. അതായത് അവിടെ ബ്ലാക്കില് സൗകര്യം തരില്ല അല്ലേ? അത് മനസ്സിലായി. അനക്ക് മുട്ടായില്ല. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ മുട്ടായി ഉണ്ടായി. തരില്ല കേട്ടോ. വേണ്ടല്ലോ മുട്ടായിണ്ട്. വെറുതെ വേണ്ടല്ലോ, ഉറപ്പല്ലേ? തരില്ല കേട്ടോ. ഇഞ്ഞി പറഞ്ഞാൽ തരില്ല. വേണോ? തരുന്നില്ല കേട്ടോ. തരില്ല. കാണിച്ചു തരാം. വിട്ടില്ല. എനിക്ക് കാണിച്ചു തരാം. ഇപ്പൊ മാറുട്ടോ. ഏതാ ആറ്റിറ്റ്യൂഡ് മാറി. കാണണല്ലോ. അടിച്ചിട്ട് അത് വേണ്ട, അത് കൊടുക്കണ്ട. അത് ഓക്ക് ഇഷ്ടല്ല മുട്ടായി. അനക്ക് വേണ്ടല്ലോ. അല്ല കേട്ടോ. അപ്പൊ അതേ പറയാനുള്ളത് ആൾക്കാർ ആ പെട്രോളിന്റെ കഥ കേട്ടോ. ഞങ്ങൾ പെട്രോൾ കഴിഞ്ഞിട്ട് അവിടെ 1 ലിറ്റർ പെട്രോളിന് ബ്ലാക്കിന് എത്ര 220 ഉറുപ്പിക കേട്ടോ. അതായത് ഇവിടുത്തെ ഡബിളാ. അവിടെ 120 കിട്ടുക, ബ്ലാക്ക് കിട്ടുക 220. അത് അവിടുത്തെ നാട്ടുകാരാണെങ്കിൽ ആ പൈസ കൊടുക്കുള്ളൂ. 2 ലിറ്റർ പെട്രോൾ നമ്മൾക്കാണ് തന്നു. ഞങ്ങൾ ആവശ്യം ലാവിശ്ശേരി ചില്ല ചെയ്തു. പിന്നെ പോകാൻ നേരത്ത് അവിടെ ഉണ്ടാക്കി വെച്ച അച്ചാറിനെ ഒരു കുപ്പിയിലാക്കി കണ്ട് ഫുള്ള് തന്നു. ഫുൾ സ്നേഹം. ചുരുക്കി പറഞ്ഞാല് ആൾക്കാരാണ് എല്ലാണെങ്കിലും സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് കൊല്ലുക അറിയില്ലേ, അത് അവിടെ ചെന്നാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ കടൽ ആംബിയൻസ് ഒക്കെ മെയിനാണ്. രാവിലെ അവിടുത്തെ ബോട്ട് ചെട്ടിയിലൊക്കെ പോയിരുന്നാൽ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. പിന്നെ കടലിൽ പോകാനും നമുക്ക് കടലിലൊക്കെ ചാടിയാൽ കയറാൻ തോന്നില്ല. കാരണം ഇങ്ങനെ നോക്കിയാൽ മീനിനെ കാണാം. അത്ര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഞാൻ മേഘാലയയിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ എവിടെയാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഹൈക്കിൻസിനെ പറ്റി പറയാനുള്ളത് നമ്മളെ കൊണ്ടുപോയത് ഹൈക്കിൻസ് ആയിരുന്നു കേട്ടോ. ഹൈക്കിൻസ് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ ഇക്കുവാണ് നമ്മളെ കോർഡിനേറ്റർ. ഇക്കു എന്ന് പറയാലോ, ഇക്കു കോർഡിനേറ്റർ ആണെന്ന് തോന്നൂല.
ട്രൗസറൊക്കെ ഊരി ഫുള്ള് നമ്മളെ നമ്മൾ ചാടണോ ഇക്കു ചാടും ഇക്കു ചാടി അവിടെ താഴെ കളന്നിട്ട് നമുക്ക് ചാടിക്കോ എന്ന് പറഞ്ഞു അത്രയും നല്ല കോർഡിനേറ്റർ എവിടെയും കിട്ടൂല. ചാടി കാണിച്ചു തരും. ഇക്കുവിന്റെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഇതാണ് റിയലി അമേസിങ് അറിയില്ലേ അത് ഇക്കു. അതായത് നമ്മളിപ്പോ ഒരു ഫിഷ് കഴിക്കണം എന്ന് നമുക്ക് തോന്നണേ ആദ്യം ഇക്കു പോയി കഴിക്കും. അതിൽ രാസവസ്തുക്കളൊന്നും കലർന്നിട്ടില്ലല്ലോ നോക്കാൻ വേണ്ടി. കസ്റ്റമേഴ്സിനോട് എന്നിട്ട് കസ്റ്റമേഴ്സിനെ കഴിപ്പിക്കാം. പോയ ചാടുന്ന ആദ്യം ഇക്കു ചാടും, കടലിൽ ചാടാൻ ആദ്യം ഇക്കു ചാടും. കെയറിംഗ് എന്ന് പറഞ്ഞതൊക്കെയാണ്. കെയറിങ് അതായത് അത്രയും കെയർ ചെയ്തുകൊണ്ടൊരു ട്രാവൽ കെയർ പാർട്ണറാണ് നമ്മുടെ ഇക്കു. അപ്പൊ നമ്മള് എല്ലാവരും ലക്ഷദ്വീപ് പോയത് ഹൈക്കിൻസിലൂടെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെ തന്നെ ട്രാവൽ കമ്പനി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ട്രാവൽ കമ്പനിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കട്ടെ. ഇക്കു ചോറുന്നാണെങ്കിൽ ഇക്കു നമ്മളെ പ്ലേറ്റിൽ നിന്നുള്ളൂ, കാരണം ഓൻ ഭരിക്കണ മോശമാണല്ലോ. അപ്പൊ നമ്മളെ പ്ലേറ്റിൽ അങ്ങനെ അത് നമ്മളാണ് കേട്ടോ, വേറെ പുറത്തുനിന്ന് കസ്റ്റമേഴ്സ് വരുമ്പോൾ അങ്ങനത്തെ ഒന്നും കേട്ടോ. അപ്പൊ ഇക്കുവിന്റെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഹൈക്കിൻസ് ത്രൂ പോവാ. ഹൈക്കിൻസിൽ പോകുമ്പോൾ ഇക്കുവിന്റെ കൂടെയാണ് പോകണം ഉറപ്പ് വരുത്താ. ഇക്കുവിനെ പോലെ ഒരു കോർഡിനേറ്റർ ഇക്കുവിനെ വരാം, മെയിനായിട്ട് ഇക്കുവിനെ വരുന്നുണ്ടാവും. ഇക്കു പോകുന്നതന്നെ. അപ്പൊ ഇക്കുവിനെ കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. വേറെ എന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാം. ഇത് നമ്മൾ ലക്ഷദ്വീപിന്റെ റിവ്യൂ ആണ്, വേറെ ഒന്നും. അപ്പൊ ഇതായിരുന്നു ഞങ്ങളെ ലക്ഷദ്വീപ് റിവ്യൂ. അപ്പൊ നിങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസംബർ നവംബർ സമയം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി സമയം തിരഞ്ഞെടുക്കുക, എന്നിട്ട് പോവുക. അല്ലാതെ ആരും ജൂണിലും മെയിലും ഏപ്രിലൊന്നും പോയിക്കാണ്ട് മറ്റേ പുറത്തമിടരുത് എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നന്ദി. ബാസിലെ ചാനൽ ഏകദേശം 50K അടുത്ത് എടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു എളിയ ചാനലിനെ നിങ്ങളുടെ മനസ്സും സബ്സ്ക്രൈബും നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഒരു എളിയ ചാനലിനെ നാളെ വിജയിക്കേണ്ട പടച്ചോന്റെ മത്സരയിൽ ഒന്നിച്ചു കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒത്തൊരുമയോടെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ 50K ആക്കിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക, ഫോൺ പേ ചെയ്യുക, നമ്പർ താഴെ കൊടുക്കട്ടോ. ഓക്കെ.